ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. പുഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മൾ ഈ പുഡിങ് ചെയ്തെടുക്കാനായിട്ട് ചൈന ഗ്രാസും യൂസ് ചെയ്തിട്ടില്ല, ജലാറ്റിനും യൂസ് ചെയ്തിട്ടില്ല. കിഡിലൻ ടേസ്റ്റുള്ള കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ മിൽമയുടെ പാക്കറ്റ് പാലൊക്കെ നമ്മുടെ നാട്ടിൽ 500 ml കിട്ടും. അത് മുഴുവനായിട്ട് അങ്ങ് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഈ സോസ് പാനിലേക്ക് 3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കട്ടെ. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദയും ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് കോൺഫ്ലോർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് തന്നെ ചേർക്കണം. കാരണം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും നമ്മൾ കോൺഫ്ലോറിന് പകരം മൈദ ചേർക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കോൺഫ്ലോർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ റെസിപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാ നമ്മൾ ചായ തിളപ്പിച്ചെടുക്കുന്ന പോലെ ആ കോഫി പൗഡർ ഇട്ടിട്ട് ഒരല്പം വെള്ളത്തിൽ, വളരെ അല്പം വെള്ളത്തിൽ, ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് അരിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. വെള്ളത്തിന് പകരം പാലും, നമ്മൾ എടുത്ത പാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെള്ളത്തിനേക്കാളും നല്ലത് പാല് യൂസ് ചെയ്യുന്നതാവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റൊക്കെ ചേർക്കാം കേട്ടോ. ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോക്കോ പൗഡറും കോഫിയും കോൺഫ്ലോറും എല്ലാം മിക്സ് ആകണം. ഒട്ടും കട്ടകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ആദ്യമേ ഇതൊക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിൽ കട്ടകളൊന്നും പോകുന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരിച്ചെടുത്താൽ അതിലുള്ള ലംസൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഒഴിച്ച സോസ് പാൻ ഇല്ലേ, അതിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൈ വിടരുത്, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ല, ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഒന്നും അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്താലും മതി. എന്നാലും ഒരു സേഫ്റ്റിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കോൺഫ്ലോറൊക്കെ ചേർത്തതാണ്, പെട്ടെന്ന് കുറുകി വരികയും ചെയ്യും, അടിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും അത് കോഫിയുടെ ഫ്ലേവർ ഒന്നും കൂടെ അങ്ങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്തിട്ട് മധുരം ഉണ്ടോ നോക്കുക, കോഫിയുടെ ഫ്ലേവർ ഉണ്ടോ നോക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറുകി വരുന്നതിന് മുന്നേ ചേർക്കണം. അപ്പോൾ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവ് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഈ ഒരു പരിവായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചൂടൊക്കെ ഒന്ന് കുറയുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതാകെ കട്ട പിടിച്ചു പോകും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്താണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ളൊരു ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്റ്റീൽ ബൗളിലോ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവില്ലോ വീട്ടിൽ, അതിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചൂടോടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. മിനിമം 5 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതാ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അങ്ങ് വിട്ടു പോരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ റെസിപ്പി. അപ്പോൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാട്ടോ വെക്കേണ്ടത്. ഇനി ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കും ഫ്രിഡ്ജിലാണ് ഫ്രീസറിലല്ല വെക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ കണ്ടില്ലേ എന്ത് സോഫ്റ്റായിട്ട് നല്ല ജെല്ലി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ജലാറ്റിനോ അഗറോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും ചേർത്തിട്ടില്ല. കോൺഫ്ലോർ ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഈ ചേരുവകളൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്തി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയും ടേസ്റ്റാണ്. കഴിച്ചാലും നമുക്ക് മതി വരില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.